ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും വെറും ബണ്ണും ചായയല്ലേ കഴിക്കുന്നത്. ഇന്ന് നമുക്ക് ആ ബണ്ണിൻ്റെ കൂടെ ഒരു രുചിക്കൂട്ട് കൂടി നിറച്ച് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കണ്ടേ. ഇത് ബാച്ചിലേഴ്സുമാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കഴിച്ച് ജോലിക്കൊക്കെ പോകാനായിട്ട് വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ റെഡിയല്ലേ? ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. വെള്ളക്കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കപ്പ്. അത് വെള്ളമൊഴിച്ച് നമുക്ക് കുതിർത്തി വെച്ച് ഒരു 8 മണിക്കൂർ നേരം തലേദിവസം കുതിർത്തി നമുക്ക് കാലത്ത് വേവിച്ച് അതിനെ എടുക്കാം. ഒരു 5 വിസിൽ വന്നു കഴിഞ്ഞാൽ നല്ല പോലെ നമുക്ക് ഈ കടല വെന്ത് കിട്ടും. അപ്പോൾ കുക്കർ അടപ്പത്ത് വെച്ച് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന കടല അതിലേക്ക് ഇട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതേമാതിരി നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടപ്പത്ത് വെച്ച് ഒരു 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വന്നു. ഇനി നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. ഒരു സബോളയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചത്. അതിൽ നിന്ന് 3/4 ഭാഗം സബോള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ചെറിയൊരു ചുവപ്പാവുന്ന വരെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമുക്കൊരു ചെറിയ ചുവപ്പാവുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇനി പച്ചമുളകാണ്. ഞാനൊരു 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കാം. ചെറുതായി ഒന്ന് ചുവന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി ചതച്ച മുളകാണ്. ഒരു 1/2 ടീസ്പൂണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണ് ജീരകം പൊടിച്ചതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മസാലകൾ മതി ഇതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ ചാട്ട് മസാലയാണ് ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂണ് ചാട്ട് മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചാട്ട് മസാല നമുക്ക് ചെറിയൊരു പുളിയും നല്ലൊരു ടേസ്റ്റുമായിരിക്കും. ഇനി മല്ലിയിലയാണ്. കുറച്ച് മല്ലിയില ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചതാണ്. അത് നമുക്കിതിലേക്ക് ഒരു 3/4 ഭാഗം ഇട്ട് കൊടുക്കാം. അങ്ങനെ തക്കാളിയും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചാനലിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മൾ ഈ ബണ്ണ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് ഇതേപോലെ പകുതി ചേർത്തി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇതിൽ നമുക്ക് മസാല നിറച്ച് കൊടുക്കാനാണ്. നമ്മൾ എല്ലാ ബണ്ണുകളും ഇതേമാതിരി കട്ട് ചെയ്ത് നിറച്ച് കൊടുക്കാം. ഇനി ഒരു കഷ്ണം ബട്ടറാണ് ഞാനിതിൽ തേച്ച് കൊടുക്കുന്നത്. നമുക്ക് ബണ്ണ് ചൂടാക്കിയെടുക്കണം. ബട്ടറിൽ ബണ്ണ് ചൂടാക്കുമ്പോൾ നമുക്ക് അത് മൊരിയുമ്പോൾ നല്ലൊരു രുചിയായിരിക്കും. ഇനി നമുക്ക് അടിയിൽ മൊരിഞ്ഞ് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് നമുക്ക് മൊരിച്ച് കൊടുക്കാം. ഇതേമാതിരി ഒന്ന് മറിച്ചിട്ട് മൊരിക്കാം. അങ്ങനെ നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതേപോലത്തെ ബണ്ണാണെങ്കിൽ നല്ല സോഫ്റ്റായിരിക്കും. ഇനി നമ്മളുടെ കടല വേവിച്ച് വെച്ചത് നമ്മളത് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കടല ഇതിലേക്കിട്ട് നമ്മുടെ മസാല എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ അധികം മസാലകളൊന്നുമില്ല. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ കടല തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ കാലത്ത് ഒരു 4-5 വിസിലടിക്കുമ്പോൾ നമ്മുടെ കടലയൊക്കെ വെന്ത് കിട്ടും. പിന്നെ ഇതേമാതിരി നമുക്ക് ഈ മസാല ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ബണ്ണിലേക്ക് നിറച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഒരു എരിവും പുളിയുമായിട്ടുള്ള ഒരു പച്ചയ്ക്കുള്ള മസാലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ഇതിലേക്ക് സബോള കട്ട് ചെയ്തതിൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തക്കാളിയും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് കൊടുത്തു. പച്ചമുളകും കുറച്ച് നമ്മൾ അരിഞ്ഞതിൽ ബാക്കി. അതേപോലെ തന്നെ മല്ലിയിലയും നമ്മളിതിൽ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് മിക്സറാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു മുറി നാരങ്ങ നീര് നമുക്ക് ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ചേർക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് അത് വളരെയധികം രുചിയുള്ളതാണ്. നാരങ്ങ നീരും കൂടി ചേരുമ്പോൾ ഇത് പച്ച മസാലയാണ്. നമ്മൾ ഈ മസാല നിറച്ചതിന് ശേഷം ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് നിറച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പച്ച മസാലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് തൂളി കൊടുക്കുമ്പോൾ നമ്മുടെ ചാട്ട് മസാലയും അതേപോലെ നാരങ്ങ നീരും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ കടിച്ച് കഴിക്കാനായിട്ട് നമുക്ക് വളരെയധികം ടേസ്റ്റായിരിക്കും.
അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീടുകളിൽ ഉണ്ടാക്കി നോക്കണം. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് ഉണ്ടാക്കണം, കഴിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതേപോലെ തന്നെ ഇതുവരെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.